ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബോർബൺ ബിസ്ക്കറ്റും വെച്ചൊരു കേക്കാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുമ്പോൾ തികച്ചും കോസ്റ്റ് കുറഞ്ഞ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. അടുത്തതായി ഞാൻ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ബോർബൺ ബിസ്ക്കറ്റ് ഒരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അടുത്തത് ഷുഗർ പൊടിച്ചതാണ്. പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ, മിൽക്ക്, ചോക്ലേറ്റ്, അതുകൊണ്ട് ചോക്ലേറ്റ് സിറപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ബോർബൺ ബിസ്ക്കറ്റ് നമുക്കിത് ചെറുതായി പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ല തീരെ പൊടിയാക്കി തന്നെ എടുക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ആദ്യം ഷുഗർ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യണം. ഓൾറെഡി ബിസ്ക്കറ്റ് അത്യാവശ്യം മധുരം ഉള്ളതാണ്, അപ്പം നമുക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിന് ബീറ്ററിൻ്റെയോ അല്ലെങ്കിൽ വിസ്കിൻ്റെ പോലും ആവശ്യമില്ല. നമുക്കൊരു സ്പൂണും വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വിസ്കോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്ക് സ്പൂൺ വെച്ചായാലും നല്ലപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 ലിറ്റർ അടുത്ത് പാല് വരുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്താണ് ചെയ്യാൻ. ഫ്രണ്ട്സ്, ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. അപ്പം ഞാനിന്നിവിടെ ഓവനൊന്നും വിചാരിക്കുന്നത് ഒരു പാനിലാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്യണം. റൗണ്ടിനടുത്തേക്ക് ഓയിൽ പേപ്പറാണ്. ഓയിൽ പേപ്പർ നമുക്ക് ഇതിനകത്ത് റൗണ്ടിൽ തന്നെ കൃത്യമായി കൊടുക്കണം. അടുത്തത് ഇനി നമുക്ക് ഇത് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിൽ കാണിക്കും. നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം എന്തെങ്കിലും വെയിറ്റുള്ള ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വെയിറ്റുള്ളൂ. അതിൽ 5 മിനിറ്റ് ചൂടാകുന്നുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം എല്ലാം സെറ്റായതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 45 മിനിറ്റ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി chocolate.